നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ഫിഷറീസിൽ തട്ടി വകുപ്പ് വിഭജനം നീളുന്നു. വകുപ്പ് വേണമെന്ന് ലീഗ്, നൽകില്ലെന്ന് കോൺഗ്രസ്. എക്സൈസ് മാത്രം നൽകിയതിൽ എം ലിജുവിനും അതൃപ്തി. കൃഷിവകുപ്പ് വേണ്ടെന്ന് ടി സിദ്ദിഖ്. ധനസ്ഥിതിയിൽ ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ. കെ എം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി. നവകേരള സദസ്സിനിടയിലെ മർദ്ദനം അന്വേഷിക്കുന്നതിൽ പ്രത്യേക സംഘമുടൻ. പുനരന്വേഷണ ഉത്തരവ് ഇന്നിറങ്ങാൻ സാധ്യത. CPM തെരഞ്ഞെടുപ്പിൽ തകരാൻ കാരണം കണ്ണൂർ പാർട്ടി എന്ന് വിമർശനം. കണ്ണൂർ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യം. മഞ്ചേശ്വരത്ത് തന്നെ പാർട്ടി തോൽപ്പിച്ചതെന്ന് CPM സ്ഥാനാർത്ഥി. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ ഒഴിവാക്കണമെന്ന് ആലപ്പുഴയിലും ഇടുക്കിയിലും ആവശ്യം. പേരാമ്പ്രയിലെ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിതം. നിർണായക CCTV ദൃശ്യം പുറത്ത്. പമ്പിൽ നിന്നും യുവതി കന്നാസിൽ ഇന്ധനം വാങ്ങുന്ന ദൃശ്യങ്ങളിൽ. തീ പടർന്നത് എഞ്ചിനിൽ നിന്നല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഇറാനിലേക്കുള്ള ആക്രമണം തൽക്കാലം നിർത്തി അമേരിക്ക. ഖത്തറിന്റെയും സൗദിയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധം അമേരിക്ക നീക്കിയേക്കും. യുദ്ധത്തിലെ നഷ്ടപരിഹാര ആവശ്യത്തിൽ നിന്ന് ഇറാനും പിൻവാങ്ങും. മനുഷ്യജീവന് ഭീഷണിയായ നായ്ക്കളെ കൊല്ലണമെന്ന് സുപ്രീം കോടതി. തെരുവ് നായ്ക്കളെ നീക്കണം. മൃഗസ്നേഹികളുടെ അപേക്ഷ തള്ളി. തെരുവ് നായ ശല്യം രൂക്ഷമാക്കിയത് സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതയെന്നും കോടതിയുടെ വിമർശനം. മോഡലിംഗ് മറവിൽ സെക്സ് റാക്കറ്റ് കേസിൽ 3 പേർ പിടിയിൽ. ഇരകൾ നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് പോലീസ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘം. സൗദി ജയിലിൽ കാത്തിരുന്ന അബ്ദുൾ റഹീം നാളെ നാട്ടിലെത്തിയേക്കും. 20 വർഷത്തെ തടവ് ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കും. വധശിക്ഷ ഒഴിവാക്കിയത് മരിച്ച ബാലന്റെ കുടുംബത്തിന് ദയാധനം നൽകി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. UDF ഘടകകക്ഷികൾക്കിടയിലും കോൺഗ്രസിലെ മന്ത്രിമാരുടെ വകുപ്പുകളിലും തർക്കം തുടരുന്നു. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ ലത്തീൻ സഭയ്ക്ക് പ്രതിഷേധമുണ്ട്. അങ്ങനെയെങ്കിൽ ഫിഷറീസ് എടുത്തിട്ട് ഉന്നത വിദ്യാഭ്യാസം മടക്കി നൽകണമെന്നാണ് ലീഗിന്റെ ആവശ്യം. വനം മാറ്റി ഫിഷറീസ് എടുക്കുന്നതിനോട് RSPയിൽ നിന്നും ഷിബു ബേബി ജോണിന് താല്പര്യമില്ല. ജലവിഭവത്തിന് ഒപ്പം ഒരു വകുപ്പ് കൂടി വേണമെന്ന് ജോസഫ് വിഭാഗവും ആവശ്യപ്പെട്ടു. സമുദായ പരിഗണന വെച്ച് എക്സൈസ് വകുപ്പ് നൽകിയതിൽ എം ലിജു അതൃപ്തി അറിയിച്ചു. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർക്ക് സാമ്പത്തിക വിതരണ അധികാരമുള്ള വകുപ്പുകൾ നൽകണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശവും ചൂണ്ടിക്കാണിക്കുന്നു. കൃഷി വകുപ്പിന് പകരം മറ്റു വകുപ്പ് നൽകണമെന്നാണ് ടി സിദ്ദിഖിന്റെ ആവശ്യം. ഉന്നത വിദ്യാഭ്യാസം മാറ്റുന്നതിൽ റോജി എം ജോണിനും എതിർപ്പുണ്ട്. കിരൺ ബാബുവും VV അരുണും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കിരണ്, ആദ്യം അരുണിലേക്ക്. അരുണ്, ഇന്ന് 24 മണിക്കൂർ എന്ന കാലാവധി എപ്പോഴും സതീശൻ വെക്കാറുണ്ട്. 24 മണിക്കൂർ പിന്നിട്ടു. വകുപ്പുകളായിട്ടില്ല. ഇതുവരെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല. തർക്കങ്ങൾ ബാക്കിയുണ്ട് എന്നാണോ? തർക്കങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എല്ലാം റെക്കോർഡ് വേഗത്തിൽ. ഇതാണ് VD സതീശൻ മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഈ മന്ത്രിസഭ പോർട്ട്ഫോളിയോ വിഭജനം അങ്ങനെ അത്ര എളുപ്പമല്ല. ഇന്നലെ വൈകുന്നേരം ഗവർണർക്ക് പട്ടിക കൊടുക്കും, പോർട്ട്ഫോളിയോ തീരുമാനിച്ചുകൊണ്ടുള്ള കത്ത് കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. ഇതുവരെ കൊടുത്തിട്ടുമില്ല. ഗവർണർ ഇന്ന് തലസ്ഥാനത്തില്ല എന്നുള്ളതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഈ പോർട്ട്ഫോളിയോ പട്ടിക കൈമാറും എന്നുള്ളതാണ്. മന്ത്രിമാർ പലരും ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തെങ്കിലും അവരുടെ വകുപ്പുകളുടെ ഭരണം തുടങ്ങാനാകാത്ത സാഹചര്യമുണ്ട്. കാരണം ഏത് വകുപ്പ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. വകുപ്പുകൾ തീരുമാനമാകട്ടെ ഇപ്പോഴും അവസാന നിമിഷവും നേരത്തെ പ്രഖ്യാപിച്ചതിൽ പലരും മാറ്റം വരാമെന്നൊരു അനിശ്ചിതത്വം മന്ത്രിമാർക്ക് പലർക്കുമുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ കാര്യമുള്ളത് അത് ഫിഷറീസ് ആണ്. ഫിഷറീസ് സാധാരണഗതിയിൽ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊല്ലത്തൊക്കെയുള്ള അങ്ങനെ തീരമണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ്. ഇത്തവണ അത് മുസ്ലിം ലീഗിനാണ് നൽകാൻ തീരുമാനിച്ചത്.
ലത്തീൻ സഭ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. നേരത്തെ ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കോൺഗ്രസ് മന്ത്രിമാരാക്കാത്തതിലുള്ള പ്രതിഷേധം ലത്തീൻ സഭ പരസ്യമാക്കിയിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലത്തീൻ സഭ ആസ്ഥാനത്തെത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. അവർ എല്ലാ തർക്കങ്ങളും പരിഹരിച്ചു എന്ന് വ്യക്തമാക്കി. മാത്രമല്ല അവരുടെ അതൃപ്തി നീങ്ങിയെന്നും പറഞ്ഞു. പക്ഷേ അതിന്റെ ഒരു കാര്യം കൂടി അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം, ലത്തീൻ സമുദായ അംഗം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാർ ആ വകുപ്പ് ഭരിക്കണമെന്നൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. അതോടുകൂടിയാണ് കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞത്. കോൺഗ്രസിലെ ഒരു വിഭാഗവും ഒരു കാരണവശാലും ഈ ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകാൻ കഴിയില്ല നിലപാടെടുക്കുന്നു. അങ്ങനെ കോൺഗ്രസ് വിട്ടു നൽകിയാലത് ലത്തീൻ സഭ മാത്രമല്ല ധീവര സഭാംഗങ്ങളും പാർട്ടിക്കെതിരാകുമെന്ന ആശങ്ക കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, വലിയ വെല്ലുവിളി ഉള്ളത്. മറ്റൊന്ന് കൃഷി വകുപ്പാണ്. ടി സിദ്ദിഖിന് കൃഷി വകുപ്പിൽ താല്പര്യമില്ല. മറ്റു പല മന്ത്രിമാർക്കും, ബാക്കി കിരൺ ബാബു അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വ്യക്തമാക്കുമെന്ന് കരുതാം. അതുകൊണ്ട് തന്നെ ഈ പല മന്ത്രിമാർക്കും ഇപ്പോൾ നൽകിയ വകുപ്പുകളോട് കാര്യമായ പ്രതിപത്തിയില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ നിലവിൽ തീരുമാനിച്ച നേരത്തെയൊക്കെ പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് ഒരുപക്ഷെ ഒരു സമ്പൂർണ്ണ മാറ്റം പല ഇടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ജോസഫിന് കേരള കോൺഗ്രസിന് ജലവിഭവ വകുപ്പിന് പുറമെ ഒരു വകുപ്പ് കൂടി വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഘടകകക്ഷികൾ മന്ത്രിമാർക്കും അതുപോലെ സഹകരണം തന്നെ വേണം, ഒറ്റ വകുപ്പ് ഒതുക്കാൻ കഴിയില്ല എന്ന് എക്സൈസ് ഒതുക്കാൻ കഴിയില്ല ലിജു നിലപാടെടുക്കുന്നു. സഹകരണം നേരത്തെ വിഷ്ണുദാൻ നൽകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷെ അതിലും മാറ്റം വരുത്തേണ്ടി വന്നേക്കാം. അങ്ങനെ കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യത്തിലും ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിലും തർക്കം തുടരുകയാണ്. വകുപ്പുകളുടെ കാര്യത്തിൽ ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും പട്ടിക ഗവർണർ കൈമാറാമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് വയ്ക്കുന്നത്. അതോടുകൂടി അതിനുശേഷം രാത്രിയോടുകൂടിയെങ്കിലും പോർട്ട്ഫോളിയോ തീരുമാനിച്ചുള്ള ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ വൈകിയാലും അത്ഭുതപ്പെടാനില്ല. തുടരുക അരുണ്, ആർ കിരൺ ബാബു കൂടിയുണ്ട്. അരുണ്, ഇപ്പോൾ ലിജുവിന് എക്സൈസ് വകുപ്പ് നൽകിയിരിക്കുന്നു. അത് സാമുദായിക പരിഗണനയുടെ പുറത്ത് അങ്ങനെ വകുപ്പ് നൽകണമോ എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. സിദ്ദിഖിന് കൃഷി താല്പര്യമില്ല, ലീഗിന് ഫിഷറീസ് വേണമെന്ന് പറയുന്നു, ലത്തീൻ സഭയ്ക്ക് എതിർപ്പുണ്ട്. അങ്ങനെ പല തലങ്ങളിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും കെ മുരളീധരൻ തന്നെ രാവിലെ സമ്മതിച്ചിരുന്നു. ചില തർക്കങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇങ്ങനെ എങ്ങനെ പരിഹരിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നത്? ഏത് തരത്തിലാണ് ഈ വകുപ്പുകളുടെ വിഭജനം ഇനി ഉണ്ടാവുക? നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? രഞ്ജിത്ത്, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ആദ്യം പരിഹരിക്കേണ്ടത് ഈ ഫിഷറീസ് വകുപ്പ് സംബന്ധിച്ച തർക്കമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. അത് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാവുകയും ഒക്കെ ചെയ്തിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചില ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന മട്ടിലൊക്കെയുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് വിട്ടു നൽകാം, അതിന് പകരം സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് മാത്രം ലീഗിന് മതി എന്നുള്ള നിലപാട് സ്വീകരിച്ച് പകരം ഒരു വകുപ്പ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പകരം വകുപ്പായി ഫിഷറീസ് വകുപ്പ് നൽകുകയായിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് നൽകിയതോടുകൂടി ലത്തീൻ സഭയടക്കം നേരത്തെ പറഞ്ഞതുപോലെ വലിയ സമ്മർദ്ദം കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കളും ആ തരത്തിലേക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉയർത്തി അത് ഫിഷറീസ് വകുപ്പ് ലത്തീൻ വിഭാഗത്തിന് നൽകണം, അല്ലെങ്കിൽ ഈ തീരദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് നൽകണം, അത് ലീഗിന് നൽകരുത് എന്നുള്ളത്. സ്വാഭാവികമായും ലീഗ് ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകിയിട്ടാണ് ഫിഷറീസ് വകുപ്പ് ഏറ്റെടുത്തത്. അവിടെ ഫിഷറീസ് വകുപ്പിൽ ഈ തരത്തിലേക്കുള്ള സമ്മർദ്ദം വന്നതോടുകൂടി ലീഗ് നിലപാട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മടക്കി തന്നേരെ ഫിഷറീസ് വകുപ്പ് ഞങ്ങൾ നൽകാം എന്നുള്ള നിലപാടിലേക്ക് ലീഗ് എത്തി. അത് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്നതാണ്. റോജി എം ജോണിനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകാമെന്ന് തീരുമാനിച്ചിരുന്നത്. പ്രത്യേകിച്ച് അത് സഭയ്ക്ക് കൂടി, ക്രൈസ്തവ സഭകൾ കൂടി താല്പര്യമുണ്ടായിരുന്ന ഒന്നുകൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാൾ കൂടി എന്ന നിലയ്ക്കൊക്കെയാണ് റോജി എം ജോണിന് അത് നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ അത് വകുപ്പ് തിരിച്ചു നൽകിയാൽ സ്വാഭാവികമായും അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവും. ഈ പ്രതിസന്ധിയാണ് ആദ്യം പരിഹരിക്കേണ്ടത്. ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കുന്നതിനോട് ഷിബു ബേബി ജോൺ, നിലവിൽ വനം വകുപ്പാണ് നൽകിയിരിക്കുന്നത്, ആ വകുപ്പ് മാറ്റി ഫിഷറീസ് ഏറ്റെടുക്കുന്നതിനോട് ഷിബു ബേബി ജോണിന് വ്യക്തിപരമായി വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ യോജിപ്പില്ല എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഫിഷറീസിൽ ഈ ഉൾനാടൻ ഫിഷറീസിൽ സാധാരണ ബോട്ട് ഉടമകളും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ചവറയടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാപകമാണ്. അവിടെയൊക്കെ പക്ഷം പിടിക്കേണ്ട ഒരു നിലപാട് വരുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിനെയും അദ്ദേഹത്തിന് RSPയുടെ നിലനിൽപ്പിനെയൊക്കെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിൽ വ്യക്തിപരമായ താല്പര്യമില്ല എന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ചിലപ്പോഴുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് CP ജോണിന് നൽകണം എന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. ആ നിർദ്ദേശവും കോൺഗ്രസിൻ്റെ പരിഗണനയിൽ തന്നെയാണ്. ഇനി ആ വകുപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് ഘടകകക്ഷികളുടെ ഒരു പ്രധാന വിഷയം നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ജലവിഭവ വകുപ്പ് മാത്രം പോരാ, മറ്റ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അവർ 2 മന്ത്രി എന്ന സ്ഥാനത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അപ്പോൾ ജലവിഭവത്തിനൊപ്പം മറ്റൊരു വകുപ്പ് കൂടി നൽകണം എന്നുള്ളതാണ് ഒരു ആവശ്യം. അത് PJ ജോസഫ് ആവശ്യം ഔദ്യോഗികമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വകുപ്പ് വേണം എന്നുള്ളത്. മറ്റൊന്ന് കോൺഗ്രസിനുള്ളിലേക്ക് വരുമ്പോൾ ഒന്ന് M ലിജുവിന് എക്സൈസ് വകുപ്പാണ് ആദ്യം നൽകാൻ തീരുമാനിച്ചത്. ലിജു തന്നെ ആ സമയത്ത് ഉന്നയിച്ചിരുന്നു. എക്സൈസ് വകുപ്പ് പരമ്പരാഗതമായി ഒരു സമുദായ സമവാക്യം നോക്കി ഒരു സമുദായത്തിലുള്ള ആളുകൾക്ക്
നൽകുക എന്നുള്ള രീതി പറ്റില്ല. അങ്ങനെ സമുദായം നോക്കിയല്ല വകുപ്പ് നൽകേണ്ടത്, അതിന് പകരം വകുപ്പ് വേണം എന്ന്. അപ്പോൾ സഹകരണ വകുപ്പ് കൂടി ലിജുവിന് നൽകാൻ നേരത്തെ ധാരണയായതാണ്. ആ തരത്തിലായിരുന്നു ആദ്യഘട്ട ധാരണ ഉണ്ടായത്. എന്നാൽ പിന്നീട് സഹകരണ വകുപ്പ് പി സി വിഷ്ണുനാഥിന് നൽകാനുള്ള ധാരണയിലേക്ക് മാറുകയായിരുന്നു. പി സി വിഷ്ണുനാഥിന് പ്രധാനപ്പെട്ട വകുപ്പില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സംസ്കാരത്തിനൊപ്പം സഹകരണ വകുപ്പ് കൂടി നൽകാനുള്ള ധാരണയിലേക്ക് നീങ്ങുകയായിരുന്നു. ആദ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി സി വിഷ്ണുനാഥനാണ് ആലോചിച്ചത്. അത് റോജിയം ജോണിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായും പി സി വിഷ്ണുനാഥനും മെച്ചപ്പെട്ട ഒരു വകുപ്പ് നൽകേണ്ടതുണ്ട്. അപ്പോൾ സഹകരണം പി സി വിഷ്ണുനാഥിന് നൽകണമെന്നുള്ളതാണ്. അതിൽ ലിജു പക്ഷേ എതിർപ്പ് ഉയർത്തുകയാണ്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സാമ്പത്തിക വിതരണത്തിന് അധികാരമുള്ള വകുപ്പുകൾ നൽകണം. അപ്പോൾ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന 2 മന്ത്രിമാർക്കും അങ്ങനെ സാമ്പത്തിക വിതരണ അധികാരമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നുമില്ലാത്ത അവസ്ഥ അത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. എക്സൈസ് വകുപ്പ് തന്നെ വേണമെങ്കിൽ തിരിച്ചെടുത്തുള്ളൂ, അത് മറ്റാർക്കെങ്കിലും നൽകുന്നതിന് വിരോധമില്ല, പകരം മറ്റൊരു വകുപ്പ് നൽകണമെന്നതാണ് ലിജുവിൻ്റെ ആവശ്യം. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ടി സിദ്ദിഖിൻ്റെതാണ്. ടി സിദ്ദിഖിന് കൃഷി വകുപ്പിന് പകരം മറ്റൊരു വകുപ്പ് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ടി സിദ്ദിഖിന് കൃഷി വകുപ്പ് തന്നെ നൽകാം എന്നുള്ള കാര്യത്തിൽ അതിനി അഴിച്ച് ചിന്തിക്കേണ്ടതില്ല. അത് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയാണ്. പക്ഷേ ആ വകുപ്പിൽ അഴിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ പ്രധാനപ്പെട്ട വകുപ്പ് തർക്കം നിൽക്കുന്നത് ഈ തരത്തിലാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് മടക്കി കിട്ടിയാൽ അത് റോജിയം ജോണിന് തന്നെ നൽകേണ്ടി വരും. അല്ലെങ്കിൽ റോജിയം ജോണിന് അതിന് പകരം മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വകുപ്പ് റോജിയം ജോണിന് നൽകേണ്ടി വരും. ലിജുവിന് ഈ ഒന്നുകിൽ എക്സൈസ് മാറ്റി മറ്റ് ഒരു പ്രധാന വകുപ്പ് നൽകേണ്ടി വരും, അല്ലെങ്കിൽ എക്സൈസിനൊപ്പം സഹകരണമോ മറ്റേതെങ്കിലും വകുപ്പ് നൽകേണ്ടി വരും. ഇനി മറ്റൊന്ന് ഒരു വകുപ്പ് പ്രധാനമായി ഉള്ളത് ടൂറിസം വകുപ്പാണ്. അത് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. കാരണം MLA ഓരോ മന്ത്രിയാകുമ്പോൾ ആഗ്രഹിക്കുന്നത് പെർഫോം ചെയ്യാൻ കഴിയുന്ന വകുപ്പ് എന്നുള്ളതാണ്. വകുപ്പിന് സാമ്പത്തിക അധികാരത്തിനൊപ്പം പെർഫോം ചെയ്യാനുള്ള അവസരം കൂടി പ്രധാനമായി നോക്കുന്നുണ്ട്. ടൂറിസം പോലെ ഒരു വകുപ്പിന് അങ്ങനെ പെർഫോം ചെയ്യാൻ ഏറെ സാധ്യതകളുള്ള അവസരങ്ങളുള്ള ഒരു വകുപ്പാണ്. ആ ടൂറിസം വകുപ്പ് അപ്പോൾ ഇനി ആർക്ക് നൽകണമെന്നതിൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. ഈ ടൂറിസം വകുപ്പ് കൂടി ലക്ഷ്യമിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പ് വേണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വകുപ്പ് സ്വാഭാവികമായും PJ ജോസഫ് വിഭാഗത്തിന്, കേരള കോൺഗ്രസിന് നൽകേണ്ടി വരും. അത് എന്തായാലും ടൂറിസം നൽകാനുള്ള സാധ്യതയില്ല. മറ്റേതെങ്കിലും വകുപ്പായിരിക്കും അവർക്ക് നൽകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഒരു വകുപ്പ് കൂടി അവർക്ക് നൽകാൻ തന്നെയാണ്. ശരി, അതാണ് സാഹചര്യം. ഏതായാലും പലവിധ പ്രശ്നങ്ങൾ തട്ടി മന്ത്രിസഭാ വകുപ്പ് വിഭജനം അത് വൈകുകയാണ്. 24 മണിക്കൂറിലെല്ലാം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇതൊരു കീറാമുട്ടിയായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്നത വിദ്യാഭ്യാസ ഫിഷറീസ് വകുപ്പുകളിൽ തർക്കം നിലനിൽക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ തന്നെ രാവിലെ വ്യക്തമാക്കിയിരുന്നു. ചില വകുപ്പുകളിൽ മാറ്റങ്ങൾ വരാനുണ്ട്, അത് പരിഹരിച്ച് വൈകുന്നേരത്തോടുകൂടി വിജ്ഞാപനം വരുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. അല്ല, അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വിജ്ഞാപനം വരും. കാരണം ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അല്ല, അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെന്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഇന്നാവുമല്ലോ. ഇന്നലെയല്ലേ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് വിജ്ഞാപനം വരും. മധ്യതിരുവിതാംകൂറിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കുറഞ്ഞത് എന്താണെന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ. കോട്ടയത്തിനൊപ്പം വലിയ വിജയമുണ്ടായിട്ടും കോഴിക്കോടിന് പ്രാതിനിധ്യം കിട്ടിയില്ല. സതീശൻ ഇക്കാര്യം പാർട്ടിയിൽ വിശദീകരിക്കുമെന്ന് കരുതുന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. മധ്യ കേരളത്തിൽ ഇത്തവണ UDFന് അവരുടെ നിങ്ങളുടെയൊക്കെ പരമ്പരാഗത മേഖലയിലേക്ക് ഒരുപക്ഷെ തങ്ങളുടെ പിതാവൊക്കെ ഉള്ള സമയത്തിനേക്കാൾ ഒരു വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് കോട്ടയമൊക്കെ തൂത്തുവാരിയെടുക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും കോട്ടയം ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. ഞാൻ താങ്കളുടെ വിഷയം മാറ്റി നിർത്താം. കോട്ടയം ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും എന്നൊക്കെ ആഗ്രഹിക്കും എല്ലാവരും. അത് കുറഞ്ഞുപോയി എന്നതൊരു വസ്തുതയല്ലേ? അല്ല, ഇപ്പം അത് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിപ്ഷനാണ് ആരെ എടുക്കണം, ഏത് ജില്ലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, എങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ വിടുക. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്നിറങ്ങിയേക്കും. ആദ്യ മന്ത്രിസഭാ യോഗമാണ് നിയുക്ത MLA AD തോമസ് അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റതിൽ തുടരന്വേഷണത്തിന് തീരുമാനമെടുത്തത്. VV വിനോദ് ചേരുകയാണ്. വിനോദ്, നടപടി ഉണ്ടാകും സംശയമില്ല. കോടതി ഉത്തരവുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ എന്ത് തരത്തിലുള്ള നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? അതോ അന്വേഷണം കഴിയുന്നത് വരെ കാത്തു നിൽക്കുമോ? രഞ്ജിത്ത്, ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ VD സതീശൻ പറഞ്ഞതാണ്, നേരത്തെയൊക്കെ കോൺഗ്രസ്സുകാർ മർദ്ദനമേറ്റാൽ പിന്നീട് അധികാരത്തിലെത്തിയാൽ അത് വിട്ടുകളയും, മറന്നുകളയും. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, അതിൽ നടപടി ഉണ്ടാകുമെന്ന കാര്യം VD സതീശൻ പറഞ്ഞിരുന്നു. കേൾക്കാം ചെറിയ ബൈറ്റ്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനമായി വന്നതും. അത് ജനപ്രിയമായ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഈ വനിതകൾക്കുള്ള KSRTC ബസ്സിലെ യാത്ര, അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർക്കുള്ള വേതന വർധന
ഈ പാചകത്തൊഴിലാളികൾക്കുള്ള വേതന വർധന ഇതെല്ലാം പറഞ്ഞ കൂട്ടത്തിലാണ് ഈ ആലപ്പുഴയിലെ സംഭവം. അത് അന്വേഷിക്കും, വീണ്ടും പുനരന്വേഷണത്തിന് പോകുന്നു എന്ന കാര്യം വി.ഡി. സതീശൻ പറഞ്ഞത് തീർച്ചയായും ഇത് വളരെ വ്യക്തമാണ്. കാരണം ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. കോടതി നേരത്തെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ആദ്യം പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്തത്. ഏതായിരുന്നാലും അത് വീണ്ടും അന്വേഷിക്കും എന്ന് പറയുമ്പോൾ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്യും. ആ നിലയ്ക്ക് തന്നെയാണ് സർക്കാർ നീങ്ങുന്നതെന്ന് വ്യക്തം. രഞ്ജിത്ത്, വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. പ്രതിപക്ഷ സമരങ്ങൾക്കിടെ തെരുവിൽ മർദ്ദനമേറ്റ UDF പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ് ആലപ്പുഴ സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനമെന്ന് നിയുക്ത MLA AD തോമസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരിൽ നിന്നും AD തോമസിനടക്കം ക്രൂരമർദ്ദനമേറ്റിരുന്നു. ഗൺമാന്മാരിൽ നിന്നും മർദ്ദനമേറ്റിട്ടും തങ്ങളെ പരിഹസിക്കുകയായിരുന്നു അന്നത്തെ സർക്കാർ ചെയ്തതെന്നും തോമസ് പറയുന്നു. വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിലെ തീരുമാനങ്ങളിൽ തന്നെ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിവാദമായ രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗം. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ മർദ്ദനം, ആ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനമാണ്. ഇത് സ്വാഭാവികമായും നേരത്തെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ ഇതിന്റെ ആവശ്യമുയർന്നതാണ്. ഭരണത്തിലെത്തിയാൽ ആദ്യം തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു പ്രത്യേക അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികളിലേക്ക് പോകാം. നമുക്കിപ്പോൾ ചേരുന്നത് AD തോമസ്, ആലപ്പുഴയിലെ നിയുക്ത MLA, ഒപ്പം തന്നെ ഇതേ വിഷയത്തിൽ മർദ്ദനമേറ്റ അജയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഈ തീരുമാനം എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഈ തീരുമാനത്തെ കേരളത്തിലെ പൊതുജനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം തെരുവിൽ ആക്രമിക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ എല്ലാം പോരാട്ടത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ഈ നിയമ പോരാട്ടം. അതിനെ അന്നത്തെ LDF സർക്കാർ അവജ്ഞയോടെ പരിഹാസത്തോടെയാണ് കണ്ടത്. അതിനെ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു. ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഒരു അന്വേഷണം നടത്തി നിയമപരമായ നടപടിയിലേക്ക് പോകുന്നതിൽ വലിയ സന്തോഷം ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. ഈ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അന്നത്തെ ആ ഗുണ്ട മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ആക്രമണം അതേ തുടർന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. പിന്നെ താങ്കൾ മത്സരിക്കുന്നു, MLA ആവുന്ന സാഹചര്യം ഉണ്ടായി. ഈ തീരുമാനം പൊതുവിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്തവർക്കൊക്കെ ഒരു ഊർജ്ജം കിട്ടും, അങ്ങനെ തോന്നുന്നു? തീർച്ചയായും. ഇപ്പോൾ എന്റെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെ എന്റെ ഒരു വ്യക്തിപരമായ മികവിലാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാതെ സമരം ചെയ്തതിന്റെ പേരിൽ അടികൊണ്ട് തല തല്ലിപ്പൊളിക്കപ്പെട്ട് ഇപ്പോഴും കിടപ്പിലായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതീകമായി, അവരുടെ ഒരു ബിംബമായി എന്നെ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ചതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാർ തെരുവിൽ ചിന്തിയ ചോരയ്ക്ക് ആ കേരളത്തിലെ ജനങ്ങൾ കണക്ക് ചോദിച്ചതാണ് എന്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് എന്റെ ഒരു വിജയമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുബോധത്തിന്റെ, ഒരു ആത്മരോഷത്തിന്റെ പുറത്തുണ്ടായ ഒരു വിജയമായിട്ടാണ്. അത് വളരെ വിനയത്തോടെ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിനെ കാണുന്നത്. ഈ മുൻ സർക്കാർ എടുത്ത പല പൊളിറ്റിക്കൽ കേസുകളും പിൻവലിക്കുമെന്ന പരസ്യ പ്രഖ്യാപനം UDFന്റെ ഭാഗമായി നിൽക്കുന്ന പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു സംഭവം, അത്തരം ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് ഒരിക്കലും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമായിട്ടല്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. ഈ കേസ് 3.5 വർഷമായി ഈ സംഭവം നടന്നിട്ട്. ഒരു 18 മാസം മുമ്പ് ഈ കേസ് റഫർ ചെയ്തിരുന്നു. 18 മാസത്തിന് ശേഷം കോടതി തുടരന്വേഷണം പറഞ്ഞിട്ട് 18 മാസമായി ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. ആ ഒരു വിഷയത്തിൽ ഒരു SIT രൂപീകരിച്ചുകൊണ്ട് ഒരു സത്യസന്ധമായ അന്വേഷണം നടത്താനാണ് പറയുന്നത്. അല്ലാണ്ട് ഇത് രാഷ്ട്രീയമായി ഒന്നുമില്ല. സത്യസന്ധമായ അന്വേഷണം നടത്തുക, എത്രയും പെട്ടെന്ന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക, കുറ്റക്കാരെ ശിക്ഷിക്കുക, നിയമ നടപടിയായി മുമ്പോട്ട് പോകുക, അത് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ കയ്യടി നേടിയ UDF കേന്ദ്രങ്ങളിൽ കയ്യടി നേടിയ തീരുമാനം കൂടിയാണ് ഈ ആലപ്പുഴയിലെ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർ നീക്കങ്ങൾ ഇനി സർക്കാരിന്റെ ഭാഗത്ത് എങ്ങനെ ഉണ്ടാകുമെന്നതും നിർണായകമാണ്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം TG സജിത്, ന്യൂസ്. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം ശരിയാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ വിളിക്കും, അനാവശ്യ ചെലവുകളും യാത്രകളും ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് ഇത് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ട് ചർച്ച നടത്തണം. കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് അതനുസരിച്ച് തീരുമാനമെടുക്കണം. അതായത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് വളരെ സുതാര്യമായി നോംസ് അനുസരിച്ച് മാത്രമേ നടത്തൂ. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ മൊത്തം ഒഴിവാക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യാത്രകൾ നടത്തൂ. അല്ലാതെ മന്ത്രിയായതിന്റെ പേരിൽ സ്വീകരണങ്ങളോ ചടങ്ങുകളോ ഇല്ല. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകുന്ന കാര്യം വേറെ,
മറ്റ് സ്ഥലങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ആവശ്യങ്ങൾക്ക് മാത്രമേ യാത്ര നടത്തൂ. ഞാൻ പിന്നെ MP ആയതുകൊണ്ട് ട്രെയിനിൽ സൗജന്യ യാത്രയാണ്. അപ്പോൾ സർക്കാരിലേക്ക് കഴിയുന്ന ചെലവ് കുറയ്ക്കുക, അതാണ് ഞങ്ങൾ മന്ത്രിമാരുടെ ചുമതല. ഈ മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ്, അതിന്റെ അത് രണ്ടാമത് ഞങ്ങൾ ആരംഭിക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സംവിധാനങ്ങളൊക്കെ പരിശോധിക്കും. ഇനിയിപ്പോൾ 1 തൊട്ട് തുടങ്ങണം. കാരണം ഇതുവരെയുള്ള സംവിധാനം മുഴുവൻ തകർത്തു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഔദ്യോഗികമായി അറിയിക്കാം. ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കാൻ സംവിധാനമൊരുക്കും. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. 2016 LDF സർക്കാർ വരുന്നതിന് തൊട്ടു മുൻപ് വരെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തും. അതായത് ജില്ലയിൽ, തലസ്ഥാന ജില്ലയിൽ 2 മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകുമെന്ന തരത്തിലേക്ക് ഒരു പ്രഖ്യാപനം വന്നിരുന്നു. പിന്നീട് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയാണ്. കാരണം സർക്കാർ മാറുകയും പിന്നീട് വന്ന പിണറായി സർക്കാർ ഈ ഒരു പ്രപ്പോസൽ പരിഗണിക്കുകയും അത് പ്രായോഗികമല്ല എന്ന് കണ്ട് പിന്നീട് അത് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് അടിസ്ഥാന വികസനത്തിൽ മാറ്റം കൊണ്ടുവരികയും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന തലത്തിൽ അതായത് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു ജില്ലാ ആശുപത്രിയുടെ കൂടുതൽ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ 10 വർഷം LDF സർക്കാർ ഭരിക്കുകയും അതിനുശേഷം ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേക്കുകയും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഇപ്പോൾ അധികാരത്തിലിരിക്കുകയും ചെയ്തു. അതിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ മുരളീധരൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് വരും, ജനറൽ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം. അത് രണ്ടാമത് ഞങ്ങൾ ആരംഭിക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സംവിധാനങ്ങളൊക്കെ പരിശോധിക്കും. ഇനിയിപ്പോൾ 1 തൊട്ട് തുടങ്ങണം. കാരണം ഇതുവരെയുള്ള സംവിധാനം മുഴുവൻ തകർത്തു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രിയായിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അതിൽ നിന്നും ഉയർത്തി മെഡിക്കൽ കോളേജാക്കി മാറ്റിയത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം ഉയർന്നിരുന്നെങ്കിലും പിന്നീട് ഘട്ടം ഘട്ടമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ MBBS പഠനമടക്കം ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടുപോകുന്നു. അത്തരത്തിലൊരു മാറ്റമാണോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇന്ന് പറഞ്ഞ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ല. സാധാരണ രീതിയിൽ ജില്ലാ ആശുപത്രി ഉയർത്തിക്കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് ആക്കുക എന്നതായിരുന്നു മഞ്ചേരിയുടെ ഒരു ഉദാഹരണം അടക്കം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുക. പക്ഷേ തിരുവനന്തപുരത്തിന് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടാകും. അതിൽ കൃത്യമായൊരു പ്രഖ്യാപനം വാർത്താ സമ്മേളനം നടത്തി തന്നെ ഉണ്ടാകുമെന്നാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. അത് സാധാരണ രീതിയിൽ ജില്ലാ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന തരത്തിൽ തന്നെയാണ്. അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിലൊരു വ്യക്തത വരും. കിഫ്ബി ഫണ്ട് അടക്കം ഉപയോഗിച്ചായിരുന്നു LDF സർക്കാർ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനൊരു ശ്രമം നടത്തിയത്. അത് മെഡിക്കൽ കോളേജ് എന്ന തലത്തിലേക്ക് എത്തിക്കുമോ UDF സർക്കാർ എന്ന ചോദ്യം ഇനിയും നിലനിൽക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിൽ വ്യക്തത വരികയും ചെയ്യും. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. ഭരണത്തിലേറി 2ാം ദിവസം തന്നെ സെക്രട്ടേറിയറ്റിലെ നിയന്ത്രണങ്ങളിൽ വലിയ കുറവ് വരുത്തി പുതിയ സർക്കാർ. മിക്കപ്പോഴും അടഞ്ഞുകിടന്നിരുന്ന സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ് ഇന്നു മുതൽ പൂർണ്ണമായും തുറന്നിട്ടു. നിയന്ത്രണങ്ങൾ കുറവ് വരുത്തിയതോടെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിൽ തിരക്കോട് തിരക്കാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ കെട്ടിലും മട്ടിലും മാറ്റമുണ്ടാകും. ഇതാണ് UDFന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ UDF നേതൃത്വം അവകാശപ്പെട്ടത്. മുഖ്യമന്ത്രി VD സതീശനും ഇത് ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ചില സൂചനകൾ സെക്രട്ടേറിയറ്റിൽ തന്നെ പ്രകടമാവുന്നു എന്നതാണ് സാഹചര്യം. എനിക്ക് പിന്നിലുള്ളത് സമര ഗേറ്റ് എന്ന് വിളിക്കുന്ന നോർത്ത് ഗേറ്റ് ആണ്. നമുക്കറിയാം എല്ലാ സമരങ്ങളും നടക്കുന്ന ഈ ഗേറ്റിന് മുന്നിലാണ്, സെക്രട്ടേറിയറ്റ് എന്ന ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ. എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ ഗേറ്റ് തുറന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. ഇത് മാത്രമല്ല, വലിയ മാറ്റങ്ങൾ വേറെയും സെക്രട്ടേറിയറ്റിൽ പൊതുവിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. സമര ഗേറ്റ് തുറന്നിടുന്നു എന്നത് പൊതുവിൽ കഴിഞ്ഞ കുറെ നാളുകളായി നടക്കാത്ത കാര്യമാണ്. ഇടവേളകളിലൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായി ഏറെക്കുറെയൊക്കെ അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു സമര ഗേറ്റ് എന്നതാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും സമരഗേറ്റ് തുറന്നിരിക്കുന്നു. ഇതിനി സ്ഥിരമായി തുറന്നു കിടക്കോ? എല്ലാ ദിവസവും തുറന്നു കിടക്കും. എല്ലാ സമയവും തുറന്നു കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. അതായത് എല്ലാ സമരങ്ങളും, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സകല സമരങ്ങളും സമാപിക്കുന്ന മണ്ണാണിത്. ഈ ഗേറ്റിന് മുന്നിലാണ് സമാപിക്കുന്നത്. സമരങ്ങൾ വരുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ഗേറ്റുകൾ അടയ്ക്കപ്പെടും. സമരം കഴിഞ്ഞാലുടൻ ഈ ഗേറ്റ് വീണ്ടും പ്രവൃത്തി സമയത്ത് തുറക്കപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇതിനപ്പുറം മറ്റിടങ്ങളിലൊക്കെ മാറ്റമുണ്ടോ? മറ്റു ഗേറ്റ്, കന്റോൺമെന്റ് ഗേറ്റിലൊക്കെ എൻട്രി ഇനി എളുപ്പമുണ്ടായിട്ടുണ്ടോ? അല്ല, പഴയ രീതിയിലുള്ള രാവണൻകോട്ട എന്നുള്ള രീതിയിലുള്ള സമീപനം സെക്രട്ടേറിയറ്റിന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തുന്നതിൽ ഒരാളും എതിർക്കുമെന്നും തോന്നുന്നില്ല. മറിച്ച് എല്ലാവരെയും അകറ്റി നിർത്തുക, മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രവേശനവും അനുവദിക്കാതിരിക്കുക, പൊതുജനങ്ങളെ കയറ്റാതിരിക്കുക,
അവർക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കാണാതിരിക്കാവുന്ന ഒരവസ്ഥ അതിനുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് സാഹചര്യം. എന്തായാലും സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ കൂടിയാണ് ഉറപ്പ് നൽകുന്നത്. നോക്കൂ, സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റ് സന്ദർശന സമയം വൈകുന്നേരം 3 മുതൽ 5 വരെ. ഈ സമയങ്ങളിൽ ഇനി മുതൽ തുറന്നിരിക്കും ഈ ഗേറ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ സമരമൊക്കെ വരുന്ന അടിയന്തര സാഹചര്യങ്ങൾ അടഞ്ഞു കിടക്കും. ബാക്കി എല്ലാ സമയങ്ങളും തുറന്നു കിടക്കും. ആളുകൾക്ക് കടന്നു പോകാമെന്നതാണ് സാഹചര്യം. ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെൽ ഓഫീസിന് സമീപത്താണ്. സാധാരണ ഈ സമര ഗേറ്റിലൂടെ വന്നാൽ ആളുകൾക്ക് പെട്ടെന്ന് പ്രവേശിക്കാവുന്ന ഇടമാണ്. പക്ഷേ അത് മുൻകാലങ്ങളിൽ അടഞ്ഞു കിടന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് തൊട്ടു പുറകിലുള്ള കന്റോൺമെന്റ് ഗേറ്റ് വഴി പ്രത്യേക പാസൊക്കെ എടുത്ത് വേണം ഇവിടേക്ക് എത്താൻ. പക്ഷേ ഇനി മുതൽ അതുണ്ടാവില്ല. സുതാര്യമാണ്, എല്ലാ സംവിധാനങ്ങളും മാറി എന്നതാണ് ഇവർ അവകാശപ്പെടുന്ന കാര്യം. എന്തായാലും സർക്കാർ അധികാരത്തിലേറി 2ാം ദിവസം തന്നെ സമര ഗേറ്റ് അടക്കം തുറന്നിടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ് എന്നുകൂടിയാണ് അവകാശപ്പെടുന്നത്. തീരുന്നില്ല, സെക്രട്ടേറിയറ്റിനകത്തേക്കുള്ള മറ്റ് പ്രവേശനങ്ങൾക്കൊക്കെ മാധ്യമങ്ങൾക്കടക്കമുള്ള നിയന്ത്രണങ്ങളൊക്കെ മാറുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ 10 വർഷത്തിന് ശേഷം ഒരു ശൈലി മാറ്റം എല്ലാ അർത്ഥത്തിലും പ്രകടമാവുകയാണോ എന്നതാണ്. എന്തായാലും സെക്രട്ടേറിയറ്റിന് ചില സുരക്ഷകളും ചില നിയന്ത്രണങ്ങളും ഒക്കെ വേണ്ടതാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ സീറ്റിൽ പോലും കയറി ഒരു അപരിചിതനിരുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുറന്നു കിടക്കണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നൊക്കെ ഉയർത്തുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം സെക്രട്ടേറിയറ്റിന്റെയും ഭരണത്തിന്റെയും ഈ സുതാര്യതയുടെ പുരോഗതി. എന്തായാലും ഈ നെഗോർത്ത് ഗേറ്റ് അടക്കം സെക്രട്ടേറിയറ്റ് എന്ന ഭരണസിരാ കേന്ദ്രത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ട്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം TG സജിത്ത്, ന്യൂസ് 8. ഖജനാവ് പാപ്പറിലെന്ന് KN ബാലഗോപാൽ പറയുമ്പോഴും സാമ്പത്തികമായി പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിലാണ് സംസ്ഥാനമെന്ന് AK ആന്റണി. എന്നിട്ടും ആദ്യ ക്യാബിനറ്റ് തന്നെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയ സതീശനും ടീമിനും അഭിനന്ദനങ്ങൾ. വകുപ്പ് വിഭജനം നീളുന്നത് കാര്യമാക്കേണ്ടെന്നും ആന്റണി പറഞ്ഞു. മന്ത്രിസഭാ രൂപീകരണം പോലും ആഴ്ചകൾ നീണ്ടുന്ന കാലമുണ്ട്. ഇതൊക്കെ എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീരുമാനങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ കുറെ പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടപ്പാക്കി. ഇനി ധവളപത്രം വരട്ടെ. പല MLA ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പഴയ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നതും കേരളത്തിൽ ഖജനാവ് പാപ്പരല്ല, 6000 കോടി മിച്ചമുണ്ട്. ഗവൺമെന്റ് പഠിക്കട്ടെ. പാപ്പരെന്നല്ല, പാപ്പർ ഷൂട്ട് കൊടുത്ത് പൂർണ്ണമായി തകർന്നടിച്ച ഒരു സാമ്പത്തിക നിലയാണ്. ഞാൻ 2001 വന്നപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മുഖ്യമന്ത്രിയായി എനിക്ക് ഡൽഹിക്ക് പോയ ഇന്ത്യൻ എയർലൈൻസ് കേരള ഗവൺമെന്റ് ടിക്കറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 10 ഇരട്ടി തകർന്ന. എന്നിട്ടും ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ഞങ്ങൾ കുറച്ച് വാഗ്ദാനങ്ങൾ ചെയ്ത് നടപ്പാക്കാൻ തയ്യാറായ സതീശിനെയും ടീമിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയ സർക്കാർ. ഡോക്ടർ KM ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലാണ് സമിതി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖരൻ സമിതിയുടെ ചെയർമാനും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ കൺവീനറുമാണ്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ധവളപത്രം പുറത്തിറക്കുമെന്ന് സതീശൻ ആദ്യം മുതൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേക യോഗമടക്കം ചേർന്നുവെന്ന് അറിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നായിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്നുള്ളത്. സംസ്ഥാനത്തെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ വിമർശിച്ചിരുന്നു. സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായി വലിയ മുന്നേറ്റം തെരഞ്ഞെടുപ്പിലുണ്ടായ സമയത്ത് അന്ന് VD സതീശൻ AK ആന്റണി മുൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയിരുന്നു. അന്ന് ആന്റണിയും പറഞ്ഞത് സതീശനിൽ നിന്ന് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല, എല്ലാ സമയം നൽകണം സതീശൻ എന്ന് പറഞ്ഞു. ഏതായാലും എന്താണ് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി, ധനസ്ഥിതി എന്ന് വ്യക്തമാക്കാൻ സർക്കാർ ധവളപത്രം പുറത്തിറക്കാൻ പോവുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ഇത് നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ, മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിയാണ്, പോർട്ട്ഫോളിയോ വിഭജിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ധനമന്ത്രി കൂടിയാണ്. ആ യോഗത്തിലാണ് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖരനെ ചെയർമാനായി ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറി KR ജ്യോതിലാൽ, അതുപോലെ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നാരായണ, CDS ഡയറക്ടർ ഡോക്ടർ വീരമണി എന്നിവർ ഉൾപ്പെടുന്ന സമിതിയെ വെച്ച് സാമ്പത്തിക സ്ഥിതി പഠിക്കാനും അതുപോലെ തന്നെ ധവളപത്രം പുറത്തിറക്കാനും തീരുമാനമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. സർക്കാരുകൾ സാധാരണ മാറി വരുമ്പോൾ ചെയ്യാറുണ്ട്. മുൻ സർക്കാരുകളുടെ കാലത്തെ
ധനസ്ഥിതി മോശമെന്ന എപ്പോഴും ആരോപണങ്ങൾ ഉയർന്നു വരാറുള്ളതാണ്. അതിന് നിജസ്ഥിതി വ്യക്തമാക്കാൻ, സംസ്ഥാനത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി കണ്ടെത്താൻ ധവളപത്രം പുറത്തിറക്കാനാണ് ഇപ്പോൾ തീരുമാനം. അതിൻ്റെ സമിതിയാണ് ഇന്ന് രൂപീകരിച്ചത്. വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കേണ്ട സാഹചര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിലകൊള്ളുകയാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ആ ചടങ്ങിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ആ ആശംസ അറിയിച്ചല്ലോ. ഞങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. അതായിരുന്നു UDF ചെയ്യേണ്ടിയിരുന്നത്. അവർ പക്ഷേ സത്യപ്രതിജ്ഞ മുതൽ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചത് സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന നില സ്വീകരിക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തത്. പിണറായി പ്രതിപക്ഷ നേതാവ് എന്ന ഈ തീരുമാനിക്കപ്പെട്ടതിന് ശേഷം തന്നെയാണ് പങ്കെടുക്കുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗവൺമെന്റിനെ ഞങ്ങൾ ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിയാത്മകമായ ഏറ്റവും ശരിയായ വിമർശനങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഗവൺമെന്റിനെ കാണുക എന്നുള്ളതാണ്. ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അംഗീകരിക്കും. വിമർശനാത്മകമായി കാണേണ്ടതിനെ വിമർശനാത്മകമായിട്ട് മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്യും, കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഈ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ അരുതാത്തതായി കാണേണ്ടതില്ലെന്ന് M സ്വരാജ്. വിമർശനങ്ങൾ ഉയരാനാണ് യോഗം ചേരുന്നത്. വലിയൊരു പരാജയമുണ്ടാകുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. യോഗം സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമല്ല, പൊട്ടും പൊടിയുമൊക്കെയാണ് പുറത്തുവരുന്നതെന്നും സ്വരാജ് പറഞ്ഞു. ഒന്നീ യോഗം ചേരുന്നത് നല്ല ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നതിനു വേണ്ടിയാണ്. വിമർശനങ്ങൾക്കും ശരിയായ വിലയിരുത്തലുകൾക്കും പുതിയ നിർദ്ദേശങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ കമ്മിറ്റികൾ ചേരുന്നത്. അപ്പോൾ യോഗം ചേർന്നു, യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന് കരുതേണ്ടതേയില്ല. വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളെ സംബന്ധിച്ച് വന്ന വാർത്ത, ഇപ്പൊ കൊല്ലത്ത് ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്ന വാർത്ത പക്ഷേ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെ പ്രതിഫലനമല്ല. അതെനിക്ക് അത്ഭുതകരമായി തോന്നി. യോഗം കഴിഞ്ഞ് വാർത്തകൾ കാണുമ്പോൾ ഞാൻ പങ്കെടുത്ത കമ്മിറ്റിയെക്കുറിച്ച് തന്നെയാണോ ഈ വാർത്ത എന്ന സംശയമാണ് തോന്നുന്നത്. അപ്പോൾ വാർത്തകൾ കുറേയൊക്കെ ഭാവനയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടോ പൊടിയോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടാണ് വാർത്തയായി വരുന്നത്. അപ്പോൾ വാർത്തകളെ അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ നല്ല ആഴത്തിലുള്ള പരിശോധന, സമഗ്രമായ പരിശോധന, അതിന്റെ ഭാഗമായിട്ടുള്ള തുറന്ന ചർച്ച, അതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനപ്പുറമുള്ളതൊക്കെ പിന്നെ വാർത്തയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തേ ഉള്ളൂ, അതിനെയൊന്നും കണക്കിലെടുക്കുന്നില്ല. പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് M സ്വരാജ്. നല്ലൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും, സർക്കാരിന്റെ പ്രവർത്തനമനുസരിച്ച് ആയിരിക്കും പ്രതിപക്ഷത്തിന്റെ പിന്തുണയെന്നും സ്വരാജ് പറഞ്ഞു. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. സർക്കാർ ഏത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും നാടിന്റെ ക്ഷേമത്തെയും ഭാവിയെയും കരുതി അതിനെല്ലാം പിന്തുണ കൊടുക്കാനുള്ള ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ മനസ്സാണ് ഉണ്ടാകുക. ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. എന്നാൽ നാടിനെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വന്നാൽ അതിനെ ചൂണ്ടിക്കാട്ടും, അതിനെ എതിർക്കും. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ കഴിഞ്ഞ കാലം നമ്മുടെ അനുഭവം എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണ്. ആ ഒരു സമീപനം ഒരു നശീകരണ സ്വഭാവമാണ്. ആ സ്വഭാവമല്ല. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം കൊടുത്തിട്ടുള്ള സൂചന. ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് പല വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഞാനത് ഓരോന്നായിട്ട് പറയുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അതിനെയൊക്കെ അങ്ങനെ വിമർശിച്ചും ആക്രമിച്ചും പോവുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. തുടർന്ന് എങ്ങനെയാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോവുക, ജനങ്ങളുടെ മുൻപാകെ അവർ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. സർക്കാരിന്റെ സമീപനം അനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ സർക്കാരിനോടുള്ള നിലപാട്. അവർ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഭരിച്ചാൽ, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകും. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷം അതിനോട് വിയോജിക്കുകയും എതിർക്കുകയും ചെയ്യും, പ്രതിഷേധത്തിന്റെ നിലയിലേക്ക് കടന്നു വരികയും ചെയ്യും.
പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിനെ ചൊല്ലി CPI CPM വഴി പിരിയുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്തിനാ പുറത്തോട്ട് പോകേണ്ടത്? എന്തിന് പുറത്തോട്ട് പോകണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം വെച്ചത് ഏറ്റവും ന്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്ഥാനം അർഹതപ്പെട്ടതാണ്. ഉറപ്പായിട്ടും ചർച്ച നടന്നിട്ടുണ്ടോ? ചർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. CPI എല്ലാ ഗൗരവത്തിലും ഈ കാര്യം CPM-ഉമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. തൽക്കാലം CPI സർക്കാർക്ക് അത് ബോധ്യമല്ല. അതിൻ്റെ അർത്ഥം ചർച്ചയിൽ ഉണ്ടാകില്ല എന്നോ അതേ ചൊല്ലി CPI-യും CPM-ഉം വഴിതിരിയാൻ പോകണമെന്നുമല്ല. അങ്ങനെയൊന്നും വഴിതിരിഞ്ഞു പോകാതെ തന്നെ സംസാരിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും വർത്തമാനം പറഞ്ഞ് സംസ്ഥാനമായി തന്നെ പരിഹാരം കണ്ടെത്തും. ആ സ്ഥാനം CPI-ക്ക് പൂർണ്ണമായും ആവശ്യപ്പെട്ടതാണ്. അത് കിട്ടിയിരിക്കും. വൈക്കത്തെ CPI സ്ഥാനാർത്ഥിയുടെ പരാജയം പഠിക്കാൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ജില്ലാ കൗൺസിൽ യോഗവും കോട്ടയത്ത് നടക്കും. ഇന്നും നാളെയും യോഗം തുടരും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സംസ്ഥാന എക്സിക്യൂട്ടീവ് P പ്രസാദ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. വൈക്കം ഉൾപ്പെടെ മുഴുവൻ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധനാ വിധേയമാക്കുമെന്ന് P പ്രസാദ് പറഞ്ഞു. കേരള കോൺഗ്രസ് എം ആരോപിക്കുന്നത് പോലെ ക്രോസ് വോട്ടിംഗ് നടന്നതായി ഒരു നിരീക്ഷണം CPI-ക്കില്ല. ജില്ലാ എക്സിക്യൂട്ടീവുകൾക്കും ജില്ലാ കൗൺസിലുകൾക്കും ശേഷം സംസ്ഥാന കൗൺസിലും സംസ്ഥാന എക്സിക്യൂട്ടീവും ചേർന്ന് പാർട്ടിക്കുണ്ടായ പരാജയം വിലയിരുത്തും. വേണ്ട തിരുത്തലുകൾ പാർട്ടിക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ നടത്തുമെന്നും പ്രസാദ് പറഞ്ഞു. അത് ഈ മണ്ഡലങ്ങൾ ആരുടെ നാട് ആരുടെ നാടല്ല എന്നുള്ള ഒരു ഘടകമല്ല. ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വൈക്കം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കേണ്ടിയിരുന്ന വേറെയും മണ്ഡലങ്ങളുണ്ടായിരുന്നു. ആ മണ്ഡലങ്ങളെല്ലാം ഞങ്ങൾ ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. എന്തുകൊണ്ടെല്ലാമാണ് പരാജയപ്പെട്ടത്, എന്തെല്ലാമാണ് അതിൻ്റെ കാരണങ്ങൾ, അതിനനുസരിച്ച് ഞങ്ങൾ നടത്തേണ്ടുന്ന ഇടപെടലുകൾ എന്തെല്ലാമാണ്, ഇനി തിരുത്തലുകളുണ്ടെങ്കിൽ തിരുത്തലുകളും ആ തിരുത്തലുകൾ പാർട്ടിക്കും ജനങ്ങൾക്കും ബോധ്യമാകുന്ന തരത്തിൽ ആ തിരുത്തലുകൾ ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകൾക്കും ശേഷം മാത്രമേ അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് ഞങ്ങൾക്കും എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നതേ ഉള്ളൂ. അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് ഞങ്ങളും എത്തിയിട്ടില്ല. ഇതിനെല്ലാം ശേഷം മാത്രമേ ഓരോ ഇടങ്ങളിലും എന്താണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സസൂക്ഷ്മമായ ഒരു വിലയിരുത്തൽ നടത്തി അതിന്റെ ഭാഗമായ ഒരു തീരുമാനത്തിലേക്കും നിലപാടിലേക്കും എത്താൻ കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാലക്കാട് CPM-ൽ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ ജില്ലാ സെക്രട്ടറി പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ നേതാക്കളെ വിമർശിക്കാം. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതി അല്ല. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയ ചിറ്റൂർ, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവിയും പാർട്ടി വിശദമായി പരിശോധിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. CPM-നെ നന്നാക്കാൻ സാധാരണ കഷായമൊന്നും പോരെന്ന് G സുധാകരൻ. തന്നെ നേരത്തെ പുറത്താക്കണമെന്ന് സെക്രട്ടേറിയറ്റിൽ ഒരാൾ വിമർശനം ഉന്നയിച്ചായി അറിഞ്ഞു. മോഷ്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്യുന്നവരെ മാത്രം ചേർത്താൽ മതിയെന്നും സുധാകരൻ പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പോകാതെ കൂടെ നിർത്തണമായിരുന്നു. ഇത്രയധികം സീറ്റ് നഷ്ടപ്പെട്ടത് അദ്ദേഹം പോയതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു നേരത്തെ കളയേണ്ടതായിരുന്നു. അത് ശരിയാണ്. ഞങ്ങൾ പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. കളയേണ്ടതല്ല, പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. മൂട്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്യുന്നവർ മാത്രം മതിയല്ലോ. അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കും പറഞ്ഞത്. ആരാന്ന് എനിക്കറിയത്തില്ല. ആരായാലും ഒരാളെ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ പറ്റുമോ? മുൻകാല പ്രാബല്യത്തോടെ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടി പുറത്താക്കാൻ പറ്റും? വല്ല വിവരമുണ്ടോ? ഒരു തെറ്റ് ചെയ്താലല്ലേ പുറത്താക്കാൻ പറ്റും? പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയും പാർട്ടി കോൺഗ്രസും സ്റ്റേറ്റ് സമ്മേളനവും മറ്റു റെസൊല്യൂഷനും പറയുന്ന തെറ്റുകൾ പാർട്ടിക്കകത്ത് കാണിക്കുന്ന ധാരാളം പേരുണ്ടെന്നാണ് അതിനകത്തൊക്കെ പറയുന്നത്. അതിനെതിരെ പാർട്ടി ഫൈറ്റ് ചെയ്യുകയും അത്തരക്കാരെ തിരുത്തുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. അത് പാർട്ടിക്കെതിരാണെന്ന് പറയുന്നവർ. മന്ത്രി KM ഷാജിയെ അപകീർത്തിപ്പെടുത്തുന്ന വാട്സപ്പ് പോസ്റ്റ് പങ്കുവച്ച് പോലീസുകാരൻ. ഉറക്കത്തിൽ പോലും മതമെന്ന് പറയുന്ന ആളാണ് ഷാജിയെന്ന് കുറിപ്പ് വന്നത് പോലീസ് ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിൽ. മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ എത്തിയപ്പോൾ ഉള്ള വീഡിയോ സഹിതമാണ് കുറിപ്പിലുള്ളത്. എല്ലാവരും പിണറായിയെ സ്വീകരിക്കുമ്പോൾ തൂവാല കൊണ്ട് മുഖം തുടച്ച് സ്കൂട്ടാകുന്ന വർഗീയവാദിയെ ദൃശ്യത്തിൽ കാണാമെന്നും കുറിപ്പിൽ പറയുന്നു. KB ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, എന്താണ് ഈ ഒരു ഗ്രൂപ്പിൽ ഇത്തരമൊരു മെസ്സേജ് വരാനുള്ള കാരണം? ഇയാളെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?
രഞ്ജിത്തെ, ഇതിൽ എന്തെങ്കിലും നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഏതായാലും ഈ പോസ്റ്റ് വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. വലിയ വിമർശനവും ഇതിനെതിരെ ഉയരുന്നുണ്ട്. അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുത്തതിനെ പുകഴ്ത്തിയും ഇത്തരം കഴിഞ്ഞ സമയത്ത് LDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രവണത UDFന്റെ ഭാഗത്ത് കണ്ടില്ല എന്നും പറഞ്ഞാണ് ഇതുള്ളത്. പ്രത്യേകിച്ച് മന്ത്രി കെ എം ഷാജിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പോസ്റ്റ് എന്നതും ഏറ്റവും പ്രധാനമുണ്ട്. ഉറക്കത്തിൽ പോലും മതം എന്ന് പറയുന്ന ആളാണ് ഷാജി എന്നും ഇതിൽ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് പോലീസുകാരുടെ ഒരു ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ പുറത്തു വന്നത്. അത് ഏതായാലും വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പുറത്ത് പല ഗ്രൂപ്പുകളിലും. ഏതായാലും മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ എത്തിയപ്പോൾ ഉള്ള വീഡിയോ ഈ കുറിപ്പിനൊപ്പം ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിപ്പോൾ നടപടിയൊന്നും വന്നിട്ടില്ല. പരാതി വന്നാൽ ഇതിൽ കേസെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് ആകാംക്ഷ. നിശ്ചിത റൂട്ടുകളിലും ദൂരപരിധിയിലും മാത്രമായിരിക്കും സൗജന്യ യാത്ര എന്നാണ് സൂചന. KSRTC ജെൻഡർ ടിക്കറ്റിംഗ് വഴി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയെങ്കിലും സാമ്പത്തികമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല. UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വളരെ സുപ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു KSRTC ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് നൽകുമെന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തു. ഇനി അടുത്ത മാസം 15 മുതൽ ഈ സൗജന്യ ടിക്കറ്റ് നൽകുകയും വേണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം KSRTC കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ഒരു നഷ്ടത്തിൽ നിന്നും പതുക്കെ കരകയറി വരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ ഒരു പെരുമാറ്റച്ചട്ടം അടക്കം നിലവിൽ വന്നതോടുകൂടി സർക്കാരിൽ നിന്നുള്ള സഹായം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി KSRTCക്ക് ലഭ്യമാകുന്നുമില്ല. അത് മറികടക്കാൻ വേണ്ടി SBIയിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ പെൻഷനും ശമ്പളവും അടക്കം കൃത്യമായി നൽകാൻ KSRTC ശ്രമിക്കുന്നത്. അതിനിടയിൽ ജൂൺ മുതൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കും KSRTC ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനായി സർക്കാർ കൂടുതൽ ധനസഹായം നൽകുമോ, ഒപ്പം ഏതൊക്കെ സർവീസുകളിൽ, ഏതൊക്കെ റൂട്ടുകളിൽ, ഏതൊക്കെ ബസ്സുകളിലായിരിക്കും ഈ ഒരു സൗജന്യ ടിക്കറ്റ് നൽകുക? എല്ലാ ബസ്സുകളിലും നൽകുക എന്നതൊരു പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു പഠനം KSRTC ഇതിനുവേണ്ടി നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി KSRTC നടപ്പിലാക്കിയിരുന്നു. എത്രത്തോളം സ്ത്രീകളും എത്രത്തോളം പുരുഷന്മാരും KSRTC സർവീസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും അടക്കം ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം വലിയ രീതിയിലുള്ള സ്ത്രീ പ്രാതിനിധ്യം സൗജന്യ ടിക്കറ്റ് ലഭ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും. അത് KSRTCയും അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ് സർവീസുകളെയും കാര്യമായി ബാധിക്കും. അതെങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ നിലവിൽ KSRTC മുൻപിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിന് സർക്കാർ എങ്ങനെ സൗകര്യം ഒരുക്കും, അത് ഏത് രീതിയിലായിരിക്കും നടപ്പിലാക്കുക? പ്രധാനമായും നമ്മൾ പറയുന്നത് ഓരോ റൂട്ടിലുമുള്ള സർവീസിന്റെ ലാഭം കണക്കാക്കിയാണ് ആ സർവീസ് നിലനിർത്തുകയോ അത് ക്യാൻസൽ ചെയ്യുകയോ അടക്കം ചെയ്യുന്നത്. അത് ആ റൂട്ടുകളിൽ സൗജന്യ ടിക്കറ്റ് വരുമ്പോൾ നഗരമേഖലയിൽ നിന്ന് മാറി ഗ്രാമമേഖലകളിലേക്ക് എത്തുമ്പോൾ അത് സൗജന്യമാകുമ്പോൾ ആ ഓരോ റൂട്ടിനെയും ഓരോ സർവീസിനെയും എങ്ങനെ ബാധിക്കുമെന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും KSRTC ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ചുകൊണ്ട് മാത്രമായിരിക്കും നടപ്പിലാക്കുക. അത് നിശ്ചിതമായിട്ടുള്ള റൂട്ടുകളിലും നിശ്ചിതമായിട്ടുള്ള ബസ്സുകളിലും മാത്രമായിരിക്കും നടപ്പിലാക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തന്നെയായാലും 15-ാം തീയതി തൊട്ട് ലഭ്യമാക്കുമ്പോൾ അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നടത്താനുണ്ട്. ഈ പല കാര്യങ്ങളിലും നഷ്ടക്കണക്കിൽ നിന്നും ലാഭക്കണക്കിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു എടുത്തുചാട്ടം ആയി മാറുമോ എന്ന കാര്യത്തിലും ഈ നടപ്പിലാക്കി കഴിഞ്ഞ് വരുന്ന മാസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. KSRTC എന്തായാലും ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. UDF സർക്കാർ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ യുവനടി റിനി ആൻ ജോർജിനെ ആൾക്കൂട്ടം കൂകി വിളിച്ചതിൽ പ്രതികരണവുമായി നടി. കണ്ണുകടി ഉണ്ടായ ചില കുലംകുത്തികൾ ഓരിയിട്ടെങ്കിലും അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിച്ചുവെന്നാണ് റിനിയുടെ പ്രതികരണം. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന തന്നെ കോൺഗ്രസുകാർ ആട്ടിയോടിച്ചു. സമര ഗേറ്റിലൂടെ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീർഘകാലത്തിന് ശേഷമാണ് സെക്രട്ടേറിയറ്റിലെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഒരുങ്ങുന്നത്. അപ്പോൾ റിനി ആൻ ജോർജ് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസുകാരെ ആട്ടിയോടിച്ചുവെന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് റിനിയുടെ പോസ്റ്റ് വന്നത്. മോഡലിംഗിന്റെ മറവിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ റിനി ആൻ ജോർജ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് താൻ എത്തുന്നത് ഇത്ര കാലവും MLA ആയി കണ്ടിരുന്ന ഒരാൾ, തനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ
മുഖ്യമന്ത്രിയാകുന്നത് കാണുന്നതിന് വേണ്ടിയാണ് താൻ ആ ചടങ്ങിലേക്ക് എത്തിയത് എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. നേരത്തെയും വി.ഡി. സതീശൻ ആയിട്ടുള്ള മുഖ്യമന്ത്രിയുമായിട്ടുള്ള തന്റെ സൗഹൃദങ്ങളെല്ലാം തന്നെയും റിനി പറഞ്ഞിട്ടുള്ളത് തന്നെയുമാണ്. തന്റെ മണ്ഡലത്തിലെ താൻ പ്രധാനമുള്ള മണ്ഡലത്തിൽ MLA കൂടിയായ ദൈവമായിട്ട് തനിക്ക് വളരെയധികം അടുപ്പം നേരത്തെയും ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമെല്ലാം തന്നെയാണ്. ഇപ്പോൾ ഇതിൽ അവർ വ്യക്തമാക്കുന്നത് താൻ അവിടേക്ക് പങ്കെടുക്കാനായിട്ട് എവിടേക്ക് എത്തിയപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസുകാർ അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നവർ തങ്ങളെ കൂക്കി വിളിക്കുകയായിരുന്നു. അവിടേക്ക് കടന്നു വരുന്നത് തടഞ്ഞുകൊണ്ടുള്ള രീതിയിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ കൂക്കി വിളിക്കുകയായിരുന്നു എന്നാണ് റിനി പറയുന്നത്. പക്ഷെ താൻ വിശ്വസിക്കുന്നു ഇവരെ കോൺഗ്രസുകാരല്ല, കോൺഗ്രസുമായി ബന്ധമുള്ളവരല്ല എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടം. കോൺഗ്രസ് സംസ്കാരമുള്ളവർ ഇത് ചെയ്യില്ല എന്നുമെല്ലാമാണ് റിനി അതിൽ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കൂക്കുവിളി കേട്ട് താൻ ഇവിടെ നിന്ന് ഓടി താൻ പിന്തിരിഞ്ഞു പോയി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. താൻ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് അവർക്കായിട്ട് അങ്ങനെ അപമാനിച്ച് തന്നെ പിന്തിരിപ്പിച്ചു എന്ന് പറയുന്നവർക്ക് വേണ്ടി താൻ ഈ ചിത്രങ്ങൾ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ നിന്നുള്ള ചിത്രവും അതോടൊപ്പം തന്നെ ചടങ്ങിൽ പങ്കെടുത്ത തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ള ചിത്രവുമെല്ലാം റിനി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു പുതിയ വിവാദങ്ങൾക്ക് കൂടിയാണ് തുടക്കമിടുന്നത്. കാരണം നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ നിലപാടെടുത്ത് റിനി ശക്തമായിട്ട് രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ പേരിൽ തന്നെ കോൺഗ്രസുകാർ നിരന്തരം വേട്ടയാടുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഇതേ രാഹുലിന്റെ അനുയായികൾ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം റിനിക്കെതിരെ കൊണ്ടുവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. റിനി ആ സമൂഹ മാധ്യമങ്ങളുടെ കുറിപ്പിൽ താഴെയും പോസ്റ്റുകൾ റിനിക്കെതിരെയും ഇപ്പോഴും വരുന്നുമുണ്ട്. ഏതായാലും ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കാതെ തന്നെയാണ് ഒരു ഭാഗത്ത് റിനിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഒരു വിഭാഗം കോൺഗ്രസുകാർ അവസാനിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ബോർഡർ ലീഗിന്റെ മറവിൽ യുവതികളെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെടുത്തിയ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഒന്നാം പ്രതി സിന്ധുവിനെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ വെച്ച് പിടികൂടിയിരുന്നു. കേസിൽ 5 പ്രതികളിൽ 3 പേർ പിടിയിലായി. പിന്നെ ആ അന്വേഷണ ശ്രമത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഒന്നാം പ്രതി പിന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് നമുക്ക് LOC ഒക്കെ ഇട്ടത് കൊണ്ട് മുംബൈ എയർപോർട്ടിലിருந்து കിട്ടി. ഇപ്പം 3 പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഡീറ്റെയിൽ അന്വേഷണം ചെയ്തിട്ട് നമുക്ക് ശക്തമായിട്ട് പോകാം. ഒരു SIT DCP 1 അശ്വതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എൻ്റെ റിക്വസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ DCPക്ക് തന്നെ ഡയറക്റ്റായിട്ട് അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ വനിതാ സെല്ലുടെ SHO നമ്പർ ഞാൻ കൊടുക്കാൻ കൺഫേം പ്ലീസ്. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ സത്യമായിട്ടുള്ളത് പറഞ്ഞെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കോൺഫിഡൻഷ്യലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു റാക്കറ്റ് കംപ്ലീറ്റ് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യും. കൊച്ചി മോഡൽ സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഈ കേസ് DCP ആയ അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വലിയ ആഴങ്ങളുള്ള ഒരു കേസ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. നിരവധി പേർ ഇതിന് ഈ കടത്തു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരയായിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള പരാതിയുടെ സ്വഭാവം വ്യക്തമാക്കുന്നത്. കേസിൽ 5 പ്രതികൾ പോലീസ് ഇതിൽ ഉള്ളതായിട്ട് പോലീസ് പറയുന്നത്. ഇതിൽ 3 പേര് ഇതിനകം പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഒന്നാം പ്രതിയായ സിന്ധുവിനെ മുംബൈയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു പോലീസ് പിടികൂടുന്നത്. തനിക്കെതിരെ പരാതികൾ വരുന്നു, ഇതിൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇവർ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. അതിനകം പോലീസിന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞു. ഒപ്പം തന്നെയും പൊന്നാനി സ്വദേശിയായ മഞ്ജിമയെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. മറ്റൊരു പ്രതി അലീനയാണ്. അലീന കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുള്ളതായിട്ട് പോലീസ് പറയുന്നു. ഗുണ്ടാ നേതാവ് ഔറംഗസീബുമായിട്ട് ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസുകളിൽ ഇവർ പ്രതിയായിട്ടുണ്ട്. ഇവർ ഈ കേസിലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് തൻ്റെ ഗുണ്ടാബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കും, അത് വളരെയധികം ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ട് പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പരാതിക്കാരി ഇതിൽ രഹസ്യമൊഴി അടക്കം പോലീസിന് കോടതിക്ക് നൽകുകയും ചെയ്യുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നു. വേറെയും പരാതിക്കാരുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്
പോലീസ് നിലകൊള്ളുന്നത്. 2 പേർ വിദേശത്താണ്, ദുബായിലാണ്. അവരെ കൂടി തിരിച്ച് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ മോഡലിംഗ് എന്ന പേരിൽ അവിടെ വിദേശത്ത് ദുബായിൽ അവസരം നൽകാമെന്ന പേരിലാണ് പലരെയും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് തന്നെ അടക്കം നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ മയക്കുമരുന്ന് നൽകിക്കൊണ്ട് ലൈംഗിക വൃത്തിക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം ചിത്രീകരിക്കുകയും ഇവരുടെ ബന്ധുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും ആ ഒരു കുടുംബ ബന്ധത്തിൽ തന്നെ അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. തുടർന്ന് അവർക്ക് അവിടെ തുടരേണ്ട ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിക്കുകയായിരുന്നുവെന്നാണ് ആ പരാതിയിൽ പറയുന്നത്. ഇതുപോലെ തന്നെ വേറെയും പെൺകുട്ടികൾ ഇവരുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ടെന്നും പലർക്കും ഇവിടേക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇവരുടെ പ്രവൃത്തികളെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പലരെയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ മയക്കുമരുന്നിന് അടിമകളാക്കി തീർക്കുന്ന രീതിയിലേക്കെല്ലാമാണ് ഈ സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം. ഇതിൽ ഗുണ്ടാ സംഘങ്ങളടക്കം ഉണ്ട് എന്നത് പറയുന്നു. ഒപ്പം തന്നെയും ഇവരുടെ പരാതിയിൽ പറയുന്നു ഈ അലീന ചില ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള തനിക്കുള്ള ബന്ധങ്ങളടക്കം ഇതിൽ ഉപയോഗിക്കും. ഇവരെല്ലാം തന്നെ ഈ കേസിൽ ഒരു നടപടിയുമില്ലാത്ത രീതിയിലേക്ക് പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇരകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായൊരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. നിലവിൽ 3 പ്രതികളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവരെ നാട്ടിലെത്തിക്കുക, ഒപ്പം തന്നെയും ഇവർക്ക് ഇവിടെ ആരാണ് പിന്തുണ നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. കൂടുതൽ പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് വരാമെന്നും അവരുടെ ഐഡന്റിറ്റി അടക്കം രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപകടകാരികളായ നായ്ക്കളെ കൊല്ലണമെന്ന് സുപ്രീം കോടതി. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന ഉത്തരവിനെതിരെ ഉള്ള അപേക്ഷ കോടതി തള്ളി. മൃഗസ്നേഹികളുടെ അപേക്ഷയാണ് തള്ളിയത്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എയർപോർട്ടുകളിൽ നിന്നടക്കം നായ്ക്കളെ മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. കുട്ടികൾക്ക് നേരെയുള്ള തെരുവുനായ ആക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പറഞ്ഞ കോടതി രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് വിശദമാക്കി. ജില്ലാതലത്തിൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന ഒരു ABC സെന്റർ വേണമെന്നും ആന്റി റാബിസ് വാക്സിൻ കർശനമായി ഉറപ്പാക്കണമെന്നും കോടതി വിധിയിൽ പറയുന്നു. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിനും ഡീസലിനുമാണ് വില കൂട്ടിയത്. ലിറ്ററിന് 90 പൈസ വീതമാണ് കൂട്ടിയത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ വില 111 രൂപ 71 പൈസയായി. ഡീസൽ വില 100 രൂപ കടന്നു. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 109 രൂപ 73 പൈസയായി. ഡീസൽ വില ലിറ്ററിന് 98 രൂപ 63 പൈസ. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കു സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് യെല്ലോ അലേർട്ട്. കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. അപകടത്തിൽ നിർണായക CCTV ദൃശ്യം പുറത്തുവന്നു. പമ്പിൽ നിന്ന് ഒരു യുവതി കന്നാസിൽ ഇന്ധനം വാങ്ങുന്നതാണ് ദൃശ്യം. ഈ ദൃശ്യങ്ങളിൽ ഉള്ളത് സോനയാണെന്നാണ് സംശയം. വാഹനത്തിന്റെ തകരാറല്ല തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. തീ പടർന്നത് എഞ്ചിനിൽ നിന്നല്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ ബോധ്യമായി. കാറിൽ പെട്രോളുമായി പോകവെയായിരുന്നു തീപിടുത്തമെന്നാണ് സൂചന. നവകേരള സഹസ്രയുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരായ അന്വേഷണത്തിന് SIT രൂപീകരിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി കേസ് അന്വേഷിക്കും. വിനോദ്, ഷൗക്കത്ത് അലിയൊക്കെ വളരെ കോൺഗ്രസുമായി UDFുമായി അടുത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ്. നമുക്ക് അതിനു മുൻപുള്ള പല ഓപ്പറേഷനും അറിയാം. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി വിശദീകരിച്ചതാണ് ആലപ്പുഴ നവകേരള സദസ്സിൻ്റെ ആ യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച സംഭവത്തിൽ തുടരന്വേഷണം ഉണ്ടാകും. അതിൽ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന സൂചന അപ്പോൾ തന്നെ ലഭിച്ചതാണ്. അത് സസ്പെൻഷൻ എന്ന കാര്യം തന്നെയാണ്. ഇത് സസ്പെൻഷനിലേക്കുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു മർദ്ദനം ഉണ്ടായ സമയം മുതൽ അത് നിയമവിരുദ്ധമാണെന്ന
നിലപാടുകൾ ഉണ്ടായിരുന്നു, വാദങ്ങൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണം എന്ന കാര്യത്തിൽ പോലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ വകുപ്പ് തലത്തിൽ ഇതാ നടപടികൾ ഉണ്ടാകുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്ന കാര്യം ഉറപ്പാണ്. വളരെ പെട്ടെന്ന് ഇതാ ഷൗക്കത്ത് അലി, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പിയാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ UDF-മായി അടുപ്പമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. വളരെ സുപ്രധാനമായ കേസുകൾ അന്വേഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചുകൊണ്ട് അതും ഒരു സന്ദേശമാണ്, കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. തുടർന്നുള്ള ദിവസം പോലീസ് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട് എന്തായിരിക്കും, സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന കാര്യം വ്യക്തമാക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ അത് VD സതീശൻ പറഞ്ഞത് നേരത്തെ കോൺഗ്രസ്സുകാർക്ക് മർദ്ദനമേറ്റാൽ അത് മറന്നു കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതുണ്ടാവില്ല. ഇപ്പോൾ AD തോമസിനും മർദ്ദനമേറ്റു, അദ്ദേഹം മന്ത്രി MLA ആയി വരുന്നുണ്ട്. ആ നിലയ്ക്കൊക്കെ തന്നെ ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അവർക്ക് വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അന്ന് ഏറ്റവും മുതിർന്ന നേതാക്കളൊക്കെ ആ തരത്തിലുള്ള വികാരമാണ് പങ്കുവെച്ചത്. ഇപ്പോൾ അതാ ഈ കേസിൽ ഒരു അന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിരിക്കുന്നു, വകുപ്പ് തല അന്വേഷണം. ഇത് ഉറപ്പാണ്, കോടതിയുടെ പരിഗണനയിലുള്ളതാണ്, കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR ഇട്ടതാണ്. ഇവിടെ സർക്കാരിന് ആക്ട് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്ന കാര്യം ഉറപ്പാണ്. രഞ്ജിത്ത്, തുടർച്ചയായ 3-ാം വർഷവും CMA USA ടോപ്പ് സ്കോറർമാരെ സൃഷ്ടിച്ച് കൊമേഴ്സ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരായ ചാണക്യ ഈ വർഷം ഏറ്റവും അധികം CMA USA പാസ്സായ വിദ്യാർത്ഥികളുള്ള സ്ഥാപനമായി മാറിയ ചാണക്യ 2026 ബിസിനസ് സ്കൂൾ ഓഫ് ദ ഇയർ പുരസ്കാരവും സ്വന്തമാക്കി. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും പിന്തുണയും നൽകാൻ ഫ്രീ എക്സാം റീടേക്ക് ഓഫർ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. 11-ാം വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് 2 കോടിയുടെ പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതികളും പ്രഖ്യാപിച്ചു. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നിലവാരമുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുകയാണ് ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ ആജീഷ് V പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,395, പവന് 1,15,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,890, പവന് 94,480. വെള്ളി ഗ്രാമിന് 285, കിലോയ്ക്ക് 2,85,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.